ദക്ഷിണേന്ത്യയിലെ ആനകളുടെ കണക്കെടുപ്പ് ഇന്ന് അവസാനിക്കും. വലിയ വെല്ലുവിളികൾ അതിജീവിച്ചാണ് വനംവകുപ്പ് ആനകളുടെ കണക്കെടുപ്പ് പൂർത്തിയാക്കുന്നത്. കൊടുംകാട്ടിൽ ദുർഘടമായ സാഹചര്യത്തിലാണ് നടപടികൾ. മാറിവരുന്ന കാലാവസ്ഥയും പരിസ്ഥിതിയിലെ മാറ്റങ്ങളും വന്യജീവികളുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തുന്നുണ്ട്. ജനവാസ മേഖലയിൽ വന്യജീവി ആക്രമണം പതിവാകുന്ന ഇക്കാലത്ത് ആനകളുടെ കണക്കെടുപ്പ് നിർണായകമാകുന്നത് വിവിധ കാരണങ്ങൾ കൊണ്ടാണ്. ഈ ആനകളുടെ കണക്കെടുപ്പ് 3 ദിവസം വനം വകുപ്പ് എടുക്കുന്ന നടപടികൾ വലിയ റിസ്ക് ഉള്ളതാണ്. കാരണം പലപ്പോഴും കാട്ടിനുള്ളിൽ തങ്ങി അവിടുത്തെ മഞ്ഞാണെങ്കിൽ മഴയാണെങ്കിൽ മഴ, അതെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് അവർ ഈ മിഷൻ പൂർത്തീകരിക്കുന്നത്. നമ്മോടൊപ്പം ഈ ഒരു മിഷൻ പങ്കെടുക്കുന്ന ടീം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു 3 ദിവസത്തെ മിഷൻ നിങ്ങൾ അക്കംപ്ലിഷ് ചെയ്യുന്നത്? എത്രമാത്രം റിസ്ക് ആണ് ഇതിനുള്ളത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ റിസ്ക്കാണ് ഈ കാലാവസ്ഥ, പ്രതികൂലമായ കാലാവസ്ഥ ഉള്ളത്. പിന്നെ മഴയാണെങ്കിലും വെയിലാണെങ്കിലും എന്താണെങ്കിലും എന്ത് റിസ്ക് ഉണ്ടെങ്കിലും നമ്മൾ ഇത് ചെയ്യാൻ ബാധ്യസ്ഥരാണല്ലോ. അതുകൊണ്ട് നമ്മളിത് എന്ത് ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണെങ്കിലും നമ്മളിത് ഈ മിഷൻ ഞങ്ങൾ പൂർത്തീകരിക്കും. സാധാരണ ഉൾക്കാട്ട് പോയാൽ തിരിച്ച് സ്റ്റേഷനിൽ എത്താൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് ആ ദിവസമൊക്കെ തങ്ങുക? രാത്രി എന്താ ചെയ്യുക? ആ ദിവസം നമ്മളവിടെ ക്യാമ്പ് ചെയ്തിട്ട് നമ്മൾ ഷെഡൊക്കെ താൽക്കാലികമായിട്ട് ടാർപ്പായൊക്കെ വലിച്ചു കെട്ടിയിട്ട് ഷെഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ തങ്ങുകയാണ് ചെയ്യുക. പിന്നെ അടുത്ത ദിവസം 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ എത്തിപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ചിലപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ, മഴയൊക്കെ ഉണ്ടാകുമ്പോൾ മഴയും മഞ്ഞും ഒക്കെ പല ഉൾക്കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ മഞ്ഞ് പെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ തണുപ്പും അതൊക്കെ വകവെക്കാതെ തന്നെയാണ് നമ്മളെ സ്റ്റാഫ് ഇതിന് വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയിട്ടുള്ളത്. രാത്രി സുരക്ഷിതമായ ഒരിടം കണ്ടെത്തി ക്യാമ്പ് ചെയ്യുക അല്ലേ? അതാണ് ഏറ്റവും വലിയ പ്രധാനം. സുരക്ഷിതമായ ഒരിടം കണ്ടെത്തി ക്യാമ്പ് ചെയ്യുക. പക്ഷേ നമ്മുടെ കോൺഫിഡൻസ് ഉണ്ടല്ലോ, നമ്മുടെ ആത്മവിശ്വാസം, നമുക്ക് ഒന്നും വരില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം, അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസം. എത്ര പേര് ടീമിലുണ്ടാവുക? സാധാരണ 5 പേരാണ് സാധാരണ. ഒരു 3 സ്റ്റാഫും ഒരു 4 വാച്ചർമാരും, അല്ലെങ്കിൽ 3 വാച്ചർമാരും, അങ്ങനെ 5 6 പേര്, അല്ലെങ്കിൽ മാക്സിമം പോയാൽ ഒരു 6 പേര്, അല്ലെങ്കിൽ ഒരു 5. മേഖലയെ പറ്റി കൃത്യമായി അറിയുന്ന ആളുകൾ, ഇത് പരിചയമുള്ള ആളുകൾ, ഇതിനോട് ബന്ധപ്പെട്ട ഒരുപാട് വർഷമായിട്ട് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുകൾ, ഇവരൊക്കെ വാച്ചർമാർ ഒരുപാട് വർഷങ്ങളോളമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇവർക്ക് ഈ കാടിന്റെ മുക്കും മൂലകളൊക്കെ അറിയാം. അതുകൊണ്ട് ഇവരുടെ സഹായം ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പ്രോസസ്സ് ഏറ്റവും കൂടുതൽ എളുപ്പമാക്കി തീർക്കാൻ സാധിക്കും. ഏത് വഴി ആന പോകും, ഏത് വഴിയാണ്, എവിടെയാണ് ആനയുടെ സാന്നിധ്യം കൂടുതലുള്ളത്, ഏത് വഴി കൂടെയാണ് പോകുന്നത് എന്നൊക്കെ പെട്ടെന്ന് ഇവർക്ക് അറിയാൻ സാധിക്കും. ഇതിനിടയിൽ എന്തെങ്കിലും ഏതെങ്കിലും വന്യജീവികൾ ആക്രമിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനത്തെ മിഷൻ ആക്രമിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനുണ്ടായിട്ടുള്ളത്. രക്ഷപ്പെടും. അതെ, നമ്മളെ സേഫ്റ്റി നമ്മൾ നോക്കണമല്ലോ. മാഡം, എങ്ങനെയാണ് ഒരു വലിയ റിസ്ക് ഉള്ള ഒരു മിഷനാണല്ലോ അത്? മാഡത്തിന്റെ അനുഭവം എങ്ങനെയാണ്? ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ലേ, ഇപ്രാവശ്യം നമുക്ക് മഴയും കൂടി ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്നലെ രാവിലെ നമ്മൾ തുടങ്ങിയ തൊട്ട് അവസാനിക്കുന്നത് വരെ മഴയായിരുന്നു. അതിനിടയ്ക്ക് 3 സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഞങ്ങൾ ആനേനെ കണ്ടു. ആനേനെ കണ്ടിട്ട് ഫോട്ടോ എടുക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. നമ്മൾ പെട്ടെന്ന് അവിടുന്ന് ആ ഒരു GPS പോയിന്റ് എടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റാതെ നമ്മൾ വേഗം ആനേനെ കണ്ട സ്ഥലത്ത് നിന്ന് മാറിപ്പോവുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വേനലിലായിരുന്നു, മെയ് അറിയാലോ, വേനലിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് മഴയും മഞ്ഞൊക്കെ ഉള്ളപ്പോൾ ഇതിന്റെ കണക്കെടുപ്പ് വലിയ ബുദ്ധിമുട്ട് തന്നെയല്ലേ? തീർച്ചയായിട്ടും വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മള് ഇപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്ത് കുറച്ച് കുഴപ്പമില്ല, ടെറൈനൊക്കെ പ്ലെയിൻ ആയിട്ടുള്ള ടെറൈനാണ്, നടന്നു പോകാൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ നമ്മൾ പുലിമുണ്ട, അതേപോലെ മുക്കുരുത്തി, അവിടെയൊക്കെ പോയ സ്റ്റാഫ് നല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം മഴയാണ്, അവർക്ക് ഫുഡൊക്കെ കുക്ക് ചെയ്യാനൊക്കെ അവിടെ സ്റ്റേ ചെയ്യാണല്ലോ. അപ്പോൾ അവർക്ക് ഫുഡൊന്നും കുക്ക് ചെയ്യാൻ പറ്റാത്തൊക്കെ ഒരു സാഹചര്യം, ഭയങ്കര തണുപ്പും മഞ്ഞും കോടയും ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. കുറച്ച് അതായത് നമ്മൾ കോടയൊക്കെ കോടുള്ള സമയത്ത് തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരെ തന്നെ, കുറച്ച് അവിടെ അകലെ നിൽക്കുന്ന ആൾക്കാരെ തന്നെ കാണാൻ പറ്റാത്തൊരു അവസ്ഥയാണുള്ളത്. ആ സമയത്ത് പറയാൻ പോലും പറ്റില്ല. ശരിക്കും ഇങ്ങനത്തെ വലിയൊരു കൊടുങ്കാട്ടിലേക്കൊക്കെ മിഷന് പോകുമ്പോൾ നമ്മൾ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്, എങ്കിൽ ഒരു ഭയം ഉണ്ടാവാറുണ്ടോ? തുടക്കത്തിലുണ്ടായിരുന്നു, ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ ഇതുവരെ അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാത്തതുകൊണ്ട്, അങ്ങനെ ഒരു ഇതിൽ പെടാത്തതുകൊണ്ട് ഒരു ധൈര്യത്തിൽ ഇങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വാച്ചർമാര് കൂടെ ഉണ്ടാവും. അപ്പൊ അവരുള്ള ആ ഒരു കോൺഫിഡൻസിൽ നമ്മൾ ധൈര്യത്തോടു കൂടി അങ്ങോട്ട് പോവുക എന്നുള്ളതാണ്. അവർക്കും ഈ കാര്യങ്ങൾ പറയാണ്ടാവൂലോ. ഒരുപാട് കാലയിലേക്കാ ഇവരെ കൂട്ടത്തിലായിട്ട് എങ്ങനെ? ഞാൻ 16 വർഷമായി, ഇയാള് 22 വർഷമായി, മറ്റേ 20 വർഷമായി. ഈ നാടിനേക്കാൾ കൂടുതൽ കാടിൽ ഓരോ കാടാണ് നമ്മളെ ജീവിതം തന്നെ കാടാണ്. ഇനിയിപ്പോ റിട്ടയർഡ് ആയാലും ശരിക്ക് സാധാരണ എല്ലാ ദിവസവും എന്നുള്ള പോലെ നിങ്ങൾ കാടിന്റെ മുക്കും മൂലയൊക്കെ കാണുന്നവരാണ്. പക്ഷെ ഈ ഒരു സെൻസസിന് വരുമ്പോൾ നിങ്ങൾ കൂടുതൽ എന്തൊക്കെ ശ്രദ്ധിക്കും? സെൻസസിന് വരുമ്പോൾ ഇപ്പോൾ സാറ് പറഞ്ഞ അതേ മോഡൽ തന്നെ, ആനയുടെ സഞ്ചാരപഥം, അതുപോലെ തന്നെ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലം, അതുപോലെ തന്നെ ഇത് കാഷ്ടത്തിന്റെ ഇതിന്റെയൊക്കെ പിണ്ടത്തിന്റെയൊക്കെ പഴക്കം നോക്കിയിട്ട് അവർ ചെയ്യുന്ന അതേ പ്രവർത്തി.
പക്ഷെ നമുക്ക് ഈ വഴി അറിയുന്നുള്ളതാണ് നമ്മൾ ആ വഴി അറിയുന്നുള്ളതാണ് പ്രത്യേകത. ഇവിടെ ജനിച്ചു വളർന്നു, വഴി അറിയുക, ചെറുപ്പം മുതൽ എവിടെയാണ്. സാധാരണ നമുക്കൊക്കെ ഈ കാട്ടിൽ ഏത് ദിക്കിൽ പോയാലും മേഘം കൂടി ഉണ്ടെങ്കിൽ ഇത് കിഴക്കോ പടിഞ്ഞാറോ പോലും അറിയാൻ കഴിയില്ല. അതൊക്കെ ഞങ്ങൾ കിഴക്ക് പടിഞ്ഞാറൊക്കെ നോക്കിയിട്ട് തന്നെയാണ് സഞ്ചരിക്കാറ്. അത് അഥവാ വഴി തെറ്റിപ്പോയാൽ ഇപ്പൊ ഞങ്ങളൊക്കെ നാട്ടിൽ പഴയ കാലത്ത് പറയും പൊട്ടിയിരിക്കാറ്, വഴിയൊക്കെ മാറിപ്പോകുന്ന. അപ്പൊ ഞങ്ങള് സൂര്യന്റെ സഞ്ചാരപഥം നോക്കിയിട്ട് തന്നെയാണ് നാട്ടിൽ ഇറങ്ങുക. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ വഴി? അങ്ങനെ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടുന്ന് തന്നെ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ പെട്ടെന്നൊരു ഇത് മോഡല് കാരണം എല്ലാ ഭാഗം നോക്കുമ്പോൾ ഒരേപോലെ തന്നെ തോന്നുന്നു. ഒരേ മോഡൽ തോന്നും. ആ കടലിൽ ചെന്ന മോഡൽ, നടുക്കടൽ കയറി തന്നെ തോന്നും. എല്ലാ ഭാഗം പിന്നെ ഒരേമാതിരി തോന്നും. അതിൽ തന്നെ പൊട്ടിത്തിരിക്കും. പിന്നെ കുറെ കുറച്ച് ചുറ്റിയിട്ട് ഒരു ലൈൻ ഇട്ടിട്ട് അങ്ങനെ ഇറങ്ങും ഞങ്ങള്. നമ്മൾ പോകുന്ന വഴി അടയാളം വെക്കുമോ? അടയാളം വെക്കും. വലിയ വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് നമ്മൾ മറക്കുന്ന സ്ഥലത്തൊക്കെ അടയാളം വെച്ചിട്ടൊക്കെ മറങ്ങിയിടുക. അങ്ങനെയൊക്കെയാണ്. ഇതിന് ഏതെങ്കിലും സമയത്ത് നമ്മളെ അന്യജീവികൾ ആക്രമിക്കുക ഓടുകയോ ചെയ്തിട്ടുണ്ടോ? ഓടിക്കാനൊക്കെ ഓടിച്ചിട്ടുണ്ട്. ഓടിച്ച് ഞങ്ങളൊക്കെ ഓരോ ഭാഗത്തേക്കൊക്കെ ഓടിക്കാണ്ട് ഞങ്ങൾ കഴിച്ചിലായിട്ടുണ്ട്. വേറെ അതിന്റെ മുന്നിലൊന്നും പെട്ടിട്ടില്ല. അത് എന്നാലും പോണ സമയത്ത് പല സ്ഥലത്തും നമ്മൾ കാണലുണ്ട്. ഈ ആനകൾ കൂടുതലായിട്ട് അവരെ കുഞ്ഞുങ്ങളുള്ളപ്പോഴാണല്ലേ അതിന്റെ ഒരു കുഞ്ഞുങ്ങളുണ്ടാവും. പിന്നെ അത് ഈ കൂട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഈ ഒറ്റ ആനയാണ് പേടിക്കാറ്. കൂട്ടത്തിനൊക്കെ നമുക്ക് നമ്മളെ ശബ്ദം ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒക്കെ മാറിത്തരും. ഒറ്റയാനെയാണ് മനുഷ്യനെ നിറവേക്കുന്നത്. ഈ സാധാരണഗതിയിൽ ഭക്ഷണമൊക്കെ കരുതിയിട്ടാണല്ലോ വരിക. ഈ ഭക്ഷണം ഇല്ലെങ്കിൽ കാട്ടിനുള്ളിൽ ഭക്ഷണം കണ്ടെത്തും. എങ്ങനെ? കാട്ടിന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ആദ്യമൊക്കെ എനിക്ക് പഴങ്ങളൊക്കെ കിട്ടിയിരുന്നു, മാങ്ങ അങ്ങനത്തെ ഒക്കെ. പിന്നെ അങ്ങനെ കിട്ടാറില്ല. ഇങ്ങനെയല്ലേ വെള്ളം, ചോല വെള്ളമൊക്കെ കുടിക്കും. അപ്പൊ പിന്നെ അതിന്റെ പരിശുദ്ധി ഒന്നും നമ്മൾ നോക്കില്ല. ജീവൻ നിലനിർത്തല് അങ്ങനെ കുടിക്കും. എന്നാണെങ്കിൽ ഒരു മിഷൻ സക്സസ്ഫുൾ ആയിട്ട് പൂർത്തീകരിക്കാൻ പോകുമ്പോൾ ഈ ഒരു എടുക്കുന്ന റിസ്ക് ഒക്കെ അത് വലിയൊരു സംതൃപ്തി നൽകുന്നതാവുമല്ലോ അല്ലേ? വളരെ സംതൃപ്തിയുണ്ട്. കാരണം നമ്മൾ ഇത്ര റിസ്ക് എടുത്തിട്ടും ഇത് പിന്നെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സംതൃപ്തി. സാർ, എത്രമാത്രം പ്രാധാന്യമുണ്ട് ഈ ഒരു കണക്കെടുപ്പിന്? നമ്മൾ ആനകളുടെ ഒരു സംരക്ഷണവും എല്ലാം കൂടി കണക്കെടുക്കുമ്പോൾ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഈ ഒരു കണക്കെടുപ്പ്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റിൻ്റെ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് എല്ലാം സ്റ്റാറ്റസും അറിയുന്നത് വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ ഏതൊരു കാര്യം പ്രസന്റ് ചെയ്യുകയാണെങ്കിലും എന്താണ് അതിന്റെ അടിസ്ഥാനം എന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും വൈൽഡ് ലൈഫിന്റെ കണക്കെടുപ്പ് നമുക്ക് ആവശ്യമാണ്. പിന്നെ പ്രൊട്ടക്ഷൻ നമുക്കത് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് വളരെ മുൻതൂക്കം കൊടുത്തപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തു. സാധാരണ നമ്മളൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ചെയ്യാറ്. ഇപ്പോൾ ഈ വർഷം വീണ്ടും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം ഈ പറഞ്ഞാൽ ഈ ആധുനിക ഘട്ടത്തിൽ മനുഷ്യനുമായിട്ട് വൈൽഡ് ലൈഫ് ഇടപഴകുമ്പോൾ പലർക്കും പലതാണ്. വൈൽഡ് ലൈഫ് കൂടുന്നു എന്നുള്ളതൊക്കെ. പക്ഷേ അത് ഒരു പരിധിവരെ ശരിയൊക്കെ. എന്നിരുന്നാൽ അതിലാലും എനിക്ക് തോന്നുന്നത് ഈ കാലാവസ്ഥാ വ്യതിയാനവും ഭക്ഷണത്തിന്റെ ഇതും ഈ മാറ്റങ്ങളൊക്കെ ആയിരിക്കാം. ആനകളുടെ എണ്ണം കൂടുന്നില്ലേ? കാര്യമായിട്ടുള്ള എണ്ണത്തിൽ വർധന ഉണ്ടാവുന്നുണ്ട്. സ്ലൈറ്റ് വേരിയേഷൻ കൊണ്ടൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും അത് ബാലൻസ് ചെയ്യും. പിന്നെ പ്രകൃതി അതിനെ ബാലൻസ് ചെയ്യും. അതായത് ഒരു ക്യാരിയിങ് കപ്പാസിറ്റി മാക്സിമം കീപ്പ് ചെയ്യും. ആ നിലക്കാണ് പ്രകൃതി. കാലത്തൊക്കെ ആനവേട്ടയൊക്കെ ഒരുപാട് കാലം അത്തരത്തിലുള്ള ആനകളുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നിരുന്നല്ലോ. ആ ഒരു സാഹചര്യത്തിൽ നിന്നും ആനകളുടെ എണ്ണം സ്റ്റഡി ആയിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ അല്പം വർധനമുണ്ട്. അങ്ങനെ എത്തിയല്ലേ? ശരി. അതെ, തീർച്ചയായിട്ടും നമ്മളെ പ്രൊട്ടക്ഷൻ അതിന് വളരെ നല്ലൊരു ഇത് ചെയ്യുന്നുണ്ട്. കാരണം പഴയ പോലുള്ള ജനങ്ങളുടെ കടന്നുകയറ്റങ്ങളോ കാര്യങ്ങളോ ഇതൊന്നും ഇല്ല, ഒട്ടും തന്നെ ഇല്ല തന്നെ. വളരെ റെയറായിട്ട് മാത്രമേ നമുക്കേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ സംരക്ഷണം കൂടുതൽ വന്നു. അപ്പൊ പിന്നെ ജനങ്ങളുമായിട്ട് ആന ഇടപഴകുന്ന ഒരു അവസ്ഥയിലേക്ക് കൂടെ വന്നു. ആനയിപ്പോ ജനങ്ങളുടെ ഭാഗത്ത് ആന കാണുന്നു എന്നുള്ളത്. ഈ ആനകളുടെ കണക്കെടുപ്പ് മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അല്ലേ? തീർച്ചയായിട്ടും മനുഷ്യന്റെ നിലനിൽപ്പും അതുപോലെ തന്നെ അവരുടെ നിലനിൽപ്പും. കാരണം ഇത് രണ്ടും ഒരുപോലെ നമുക്ക് മാനേജ് ചെയ്ത് പോകണല്ലോ. അപ്പൊ അതിന്റെ ഒരു സയന്റിഫിക് ഒരു മെത്തേഡായിട്ട് നമുക്കിത് കണക്കൂട്ടാം. വളരെ പ്രധാനമാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു സെൻസസ് അല്ലെങ്കിൽ കണക്കെടുപ്പ് ഇത്ര പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് അദ്ദേഹം വിശദീകരിച്ചത്. അതായത് ആനകളുടെ എണ്ണത്തിലുണ്ടാകുന്ന മാറ്റം, അവരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന വ്യത്യാസം, അത് മനുഷ്യന്റെ നിലനിൽപ്പിന് അല്ലെങ്കിൽ കാട് ഇറങ്ങി വരുന്ന ഈ വന്യജീവികളുടെ സ്വഭാവം എന്തുകൊണ്ട് അത്തരത്തിൽ മാറുന്നു എന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന ഈ സെൻസസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വരും കാലത്തേക്ക് ഒരു ദിശ സൂചിക കൂടിയാണ്. കാരണം മാറി വരുന്ന കാലാവസ്ഥാ വൈവിധ്യമാകട്ടെ, മറ്റ് വ്യതിയാനങ്ങളാവട്ടെ, അതൊക്കെ ജീവികളുടെ സ്വഭാവത്തിലും എത്രമാത്രം മാറ്റം വരുത്തി എന്നത് ഈ പ്രകൃതിയുടെ തന്നെ മാറ്റങ്ങളെ അറിയാനുള്ള ഒരു ദിശ സൂചികയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സെൻസസ് വളരെ പ്രധാനപ്പെട്ടതാകുന്നതും.